ഹലോ ഗേസ് ഈ സ്പോർട്സ് ടോക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഫസ്റ്റത്തെ ഇൻഫോ തന്നെ ഷീക്ക് എന്ന് പറഞ്ഞ ഒരു ഗേൾ ഗെയിമർ VXTയിലേക്ക് ജോയിൻ ചെയ്തിരിക്കുകയാണ്. അവർ മെൻഷൻ ചെയ്ത പ്രകാരം കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ടല്ല, അവരുടെ ടീമിൽ ലൈനപ്പിൽ ഒരു പുതിയ പ്ലെയർ ആയിട്ടാണ് ഈ ഒരു ഗേൾ ഗെയിമർ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഗേൾ ഗെയിമർ ഇതിനു മുന്നേ തന്നെ ഒഫീഷ്യൽ ഇവന്റിൽ ആസ്ട്രോ കിഡിന് വേണ്ടിയിട്ടൊക്കെ കളിച്ച് നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെച്ചൊരു ഗെയിമറാണ്. അപ്പോൾ ഷീക്ക് ഇനി മുതൽ VSTയുടെ പാർട്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ESLന്റെ ലാൻ ഇവന്റിൽ ടീമിന്റെ എൻട്രിയുടെ കൂടെ ഈ ഒരു ഗേൾ ഗെയിമർ കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. എൻ്റെ അടുത്തൊരു ഇൻഫോ, ഫിലിപ്പിയൻ പ്ലെയർ ആയുള്ള ജോർജി RNTXന്റെ വാലറൻ ലൈനപ്പിലേക്ക് ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഇതിനു മുന്നേ അവരുടെ 4 പ്ലെയേഴ്സിനെ അവർ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. 5th പ്ലെയർ ആയിട്ടാണ് ജോർജി, ഫിലിപ്പിയൻ പ്ലെയർ, നമ്മൾ RNTXലേക്ക് ജോയിൻ ചെയ്തിട്ടുള്ളത്. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് ESL സ്നാപ്ഡ്രാഗൺ പ്രോ സീരീസ് 1 കോടി രൂപ പ്രൈസ് പൂൾ വരുന്നവൻ്റെ വീക്ക് 3 മത്സരങ്ങൾ അവസാനിച്ചു. അങ്ങനെ സെമി ഫൈനൽസിന്റെ ഡേ 9 മൊത്തത്തിൽ അവസാനിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നലത്തെ ഒരു പെർഫോമൻസ് നമ്മൾ നോക്കുകയാണെങ്കിൽ മാച്ച് 1 തന്നെ മെഡൽ സ്പോർട്സ് 15 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. മാച്ച് ടീയിൽ നമുക്ക് 8 ബിറ്റിനെയും ഗോഡ്സ്റ്റേനൊക്കെ തീർത്തുകൊണ്ട് ബോട്ട് ആർമി വീണ്ടും ആ ഒരു 10 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നർ സ്വന്തമാക്കിയാൻ. മാച്ച് 3 ഒറാങ്കുട്ടൻ 11 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറും സ്വന്തമാക്കിയാൻ. മാച്ച് 4 സാൻഹോക്കിൽ നമുക്ക് സോളിന്റെ വക 7 ഫിനിഷസോട് കൂടിയിട്ടുള്ള ചിക്കൻ ഡിന്നർ കാണാനായിട്ട് സാധിച്ചു. സോൾ ചിക്കൻ ഡിന്നർ അടിച്ച വിക്കൻഡിയിൽ ഗോൾ ലേക്കിന്റെ വക നമുക്ക് ചിക്കൻ ഡിന്നർ കാണാനായിട്ട് സാധിച്ചു. അവിടെ 6 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് ഗോൾ ലേക്കും സ്വന്തമാക്കിയത്. ലാസ്റ്റ് മാച്ചിൽ കാർണിവൽ ഗെയിമിങ്ങിന് മച്ച് നീഡഡ് പെർഫോമൻസ് ആയിരുന്നു. കാരണം ഫസ്റ്റ് 2 മാച്ച് അത്ര നല്ലതല്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് മാച്ചിൽ കാർണിവൽ ഗെയിമിങ്ങിന്റെ ആകെ നമുക്ക് ആ ഒരു ചിക്കൻ ഡിന്നർ കാണാനായിട്ട് സാധിച്ചു. 9 ഫിനിഷസോട് കൂടിയുള്ള ചിക്കൻ ഡിന്നറാണ് കാർണിവൽ ഗെയിമിങ് സ്വന്തമാക്കിയത്. അങ്ങനെ ഡേ 9 അവസാനിച്ചപ്പോൾ നമ്മളെ VSTയെ പിന്തള്ളിക്കൊണ്ട് ഗോളിലേക്ക് ആ ഒരു പോസ്റ്റ് ടേബിൾ ടോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്നലെ 3 മാച്ചുകൾ 38 പോയിന്റ് സ്വന്തമായിക്കൊണ്ട് 240 പോയിന്റുമായിട്ടാണ് ആ രാഷ് 1 പൊസിഷനിൽ നിൽക്കുന്നത്. സെക്കൻഡ് VXT നിൽക്കുന്നുണ്ട് 236 പോയിന്റുമായിട്ട്. തേർഡ് ബോട്ട് ആർമി നിൽക്കുന്നുണ്ട് 212 പോയിന്റായിട്ട്. ഫോർത്ത് സോൾ നിൽക്കുന്നുണ്ട് 209 പോയിന്റായിട്ട്. 9ാം സ്ഥാനത്താണ് നമ്മളെ കാർണിവൽ ഗെയിമിംഗ് നിൽക്കുന്നത് 176 പോയിന്റുമായിട്ട്. 16ാം സ്ഥാനത്ത് മെഡൽ സ്പോർട്സ് നിൽക്കുന്നുണ്ട് 155 പോയിന്റുമായിട്ട്. 18ാം സ്ഥാനത്താണ് നമ്മളെ മിത്ത് ഒഫീഷ്യൽസ് മല്ലു ഓർഗ് നിൽക്കുന്നത് 136 പോയിന്റായിട്ട്. ഇന്നലെ വെറും 11 പോയിന്റ് മാത്രമേ സ്വന്തമാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളൂ. ടോപ്പ് ടീമുകളായുള്ള ഫോറം 25ാം സ്ഥാനത്തും 8-bit 26ാം സ്ഥാനത്തും തമിഴാസ് 30ാം സ്ഥാനത്താണ് നിൽക്കുന്നത്. ഇവരൊക്കെ ഭയങ്കര ഡേഞ്ചറിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ടോപ്പ് 16 ടീമുകൾ മാത്രമേ ലാൻഡ് ഫൈനൽസിലേക്ക് ക്വാളിഫൈ ആവുള്ളൂ. ഇനിയും 3 ദിവസമാണ് ഇതിലുള്ള ഒരു ടീമിന് 9 മാച്ചുകളാണുള്ളത്. ഇനി അടുത്ത് വരുന്ന വെള്ളി, ശനി, ഞായർ ദിവസങ്ങളാണ് മാച്ചുകൾ വരുന്നത്. ടോപ്പ് 16 ടീമുകൾ ക്വാളിഫൈ ആവും. ഇപ്പോൾ കട്ട് ഓഫ് 155 വന്നിട്ടുള്ളത്. അപ്പോൾ ലാസ്റ്റ് ഡേയിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ കട്ട് ഓഫ് 200 മുകളിൽ പോകും. ഏകദേശം 210 റേഞ്ചിലായിരിക്കും കട്ട് ഓഫ് വരാനുള്ള ചാൻസ്. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ടോപ്പിൽ നിൽക്കുന്ന 5 ടീമുകൾ നമുക്ക് ക്വാളിഫൈ ആയെന്ന് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും. ബാക്കിയുള്ള ടീമുകൾ ആ ഒരു 200 മുകളിൽ 210 ആ റേഞ്ചിൽ പോയിന്റ്സ് എടുത്താൽ മാത്രമേ ക്വാളിഫൈ ആവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ 9 മാച്ചുകളാണ് ഇനി ഈ ഒരു ടീമിൻ്റെ മുന്നിലുള്ളത്. നമ്മളെ മിത്ത് ഒഫീഷ്യൽസ് ഒക്കെ ഒരു അടിപൊളി കംബാക്ക് കാഴ്ചവെക്കുന്ന നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ഡേ 10 മത്സരങ്ങൾ നമുക്ക് വെള്ളിയാഴ്ച കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇന്ന് മുതൽ ഇനി അടുത്ത തേർഡ് പാർട്ടി ഇവന്റുകൾ വരുന്നുണ്ട്. അപ്റ്റസി സ്പോർട്സിന്റെ മൾട്ടിവേഴ്സ് സീരീസ് 3 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്നതിന്റെ സെമി ഫൈനൽസ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും. ഗ്രൂപ്പ് എയിലാണ് നമ്മളെ സാരക്സിന്റെ ടീമായുള്ള കാർണിവൽ ഗെയിമിങ്ങും അതേപോലെ നമ്മളെ മല്ലൂർഗുകളും നോണക്സും നിൽക്കുന്ന മാച്ചുകൾ നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക. അതിനുശേഷം 1M ഒഫീഷ്യൽസിന്റെ 7 ലക്ഷം രൂപ പ്രൈസ് പൂൾ വരുന്ന ഇവന്റിന്റെ ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളും വൈകുന്നേരങ്ങൾ ഉണ്ടാകുന്നതായിരിക്കും. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളി പ്ലെയറായുള്ള മാക്ക് പുതിയൊരു ടീമിലേക്ക് ജോയിൻ ചെയ്തിരിക്കുകയാണ്. ഇന്നലെ ആയിരുന്നു അതിൻ്റെ ഒഫീഷ്യൽ അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നത്. ജെനിസസ് സ്പോർട്സിലേക്കാണ് മാക്ക് ജോയിൻ ചെയ്തത്. ഒപ്പം നമ്മുടെ ഷാഡോ OG IGLും അപ്പോളവും വിക്സിയുടെയും കൂടിയാണ് നമ്മളെ മാക്ക് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ടീമിൽ നമ്മളെ മാക്കിൻ്റെ ആ ഒരു പെർഫോമൻസ് അല്ലെങ്കിൽ ആ ഒരു ടീമിൻ്റെ മൊത്തത്തിലുള്ള പെർഫോമൻസ് എങ്ങനെയായിരിക്കും നമുക്ക് വരുന്ന ദിവസങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ കേരളത്തിൽ നടന്ന ലാൻ ഇവന്റിലേക്ക് ക്വാളിഫൈ ആയ ഏക മലയാളി പ്ലെയറാണ് മാക്ക് എന്ന് പറയുന്നത്. അപ്പോൾ മാക്ക് ഇത്തവണത്തെ ഒഫീഷ്യൽ ഇവന്റിലും ആ ഒരു ലെവലിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. എൻ്റെ അടുത്തൊരു ഇൻഫോ എന്ന് പറയുന്നത് നമ്മളെ സോളിൽ പുതിയ പ്ലെയർ വരുന്നുണ്ട് എന്നുള്ള ആ ഒരു ഇതുണ്ടായിരുന്നു. ഇന്നലെ നമുക്കത് ഫുള്ളി റിവീൽ ചെയ്തിരിക്കുകയാണ്. മാന്യാണ് ഇൻസ്റ്റാഗ്രാം ലൈവിലൂടെ റിവീൽ ചെയ്ത് നമ്മളെ ഹണ്ടേഴ്സ് റെക്കനിങ്ങിൽ ഉണ്ടായിരുന്ന ഹണ്ടേഴ്സ് തന്നെയാണ് നമ്മളെ സോളിലേക്ക് പുതിയ പ്ലെയറായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളത്. ഇനി ഈ ഒരു ടീമിൻ്റെ പെർഫോമൻസ് എങ്ങനെയായിരിക്കും നമുക്ക് കണ്ടു തന്നെ അറിയാം. എന്തായാലും ESLൽ ഹണ്ടേഴ്സ്
ഹണ്ടേഴ്സിന് കളിക്കാനായിട്ട് സാധിക്കില്ല. കാരണം റോസ്റ്റേഴ്സിന് ആൾറെഡി അവർ കൊടുത്തിട്ടുണ്ട്. ആ ലിസ്റ്റിൽ ഇനി റോസ്റ്റേഴ്സിൻ്റെ കാര്യങ്ങളൊന്നും മാറ്റാനായിട്ട് സാധിക്കില്ല. അങ്ങനെയാണെങ്കിൽ BGISലേക്കായിരിക്കും ഹണ്ടേഴ്സ് വരാൻ പോകുന്നത്. ഇനി ഹണ്ടേഴ്സ് വന്നു കഴിഞ്ഞാൽ സോളിൻ്റെ പ്ലേയിങ് 4 എന്തായിരിക്കും എന്നാണ് ഭയങ്കര ഡൗട്ട് ഉള്ളത്. കാരണം വെച്ചാൽ ഇപ്പോൾ സൗമ്യ നല്ല രീതിയിൽ ടീമിനെ കൊണ്ടുപോകുന്നുണ്ട്, നല്ല രീതിയിൽ ടീമിൽ കളിക്കുന്നുണ്ട്. അപ്പോൾ സൗമ്യ ഇനി ബെഞ്ചിൽ ഇരുത്തിയിട്ട് ഹണ്ടേഴ്സിനെ കളിപ്പിച്ച് കഴിഞ്ഞാൽ സൗമ്യക്ക് അത് എങ്ങനെ ബാധിക്കും നമുക്കറിയില്ല. അതുപോലെ തന്നെ ഇനി ഹണ്ടേഴ്സിനെ ബെഞ്ചിൽ ഇരുത്തിയിട്ട് സൗമ്യനെ കളിപ്പിച്ച് ഹണ്ടേഴ്സിനെ എങ്ങനെ ബാധിക്കും. അപ്പോൾ ഈ ഒരു 5th പ്ലെയർ വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ചെറിയ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എന്തായാലും നമുക്കത് വരുന്ന ദിവസങ്ങൾ അറിയാനായിട്ട് സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാൻ നിങ്ങൾ എപ്പോഴും കമൻറ്റ് രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോസ് ചെയ്യുന്നവരെ ബൈ ഗൈസ്.